Stay tuned to Kids Corner and set free from all tensions and worries. അപ്പുക്കുട്ട, നിന്റെ മാത്സിന്റെ ആൻസർ പേപ്പർ കിട്ടിയാ? ആ കിട്ടി. നിന്റെ അമ്മേന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നല്ലോ. അയ്യോ, എന്നിട്ട് നീ കിട്ടിയെന്ന് പറഞ്ഞോ? പിന്നല്ലാതെ, നീ എന്തിനാ അമ്മേനോട് കിട്ടിയില്ല എന്ന് കള്ളം പറയാൻ പോയത്? മാത്സിന് പൊട്ടി, അതുകൊണ്ടോ. അതെന്തായാലും അറിയൂലേ? അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ പേടിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞതാ. ഒരിക്കലും കള്ളം പറയാമെന്ന് കാറ്റീസൺ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ? പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഒരു വിഷ്വൽ കണ്ടു അല്ലേ? അതിൽ അപ്പുക്കുട്ടൻ്റെ അവസ്ഥ നമുക്ക് സ്ഥിരം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നുണ പറയരുത് നമ്മളോട് എല്ലാവരും പറയാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ആ ടോപ്പിക്കിൽ നമ്മളെ സഹായിക്കാൻ ടിൻഡു ആൻറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് വചനവും സുഹൃച്ചപ്പം പഠിക്കാം. ഇന്നത്തെ വചനം കുറച്ച് വലുതാണ്, പക്ഷേ നമ്മളെപ്പോഴും പഠിക്കാറുള്ള പോലെ ഇതും പഠിക്കും അല്ലേ? ഓക്കെ, ഇന്നത്തെ വചനം ഇതാണ്. പ്രഭാഷകൻ 20-ാം അധ്യായം 24-ാം വാക്യം. നുണ വികൃതമായ കറയാണ്, അഗ്നിൻ്റെ അതിരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയിനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. നുണ വികൃതമായ കറയാണ്, അഗ്നിന്റെ അതിരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. ഓക്കെ, ഇനി സുഹൃച്ചപ്പം. ഈശോയെ സത്യത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ സത്യത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൊച്ചു കൊച്ചു നുണകൾ പറയുന്നത് തെറ്റാണോ ആൻറ്റി? നുണ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. നമ്മൾ ഈശോയെ പറ്റി കേട്ടിരിക്കുന്നത്, ബൈബിളിൽ എങ്ങനെയാണ് ഈശോയെ പറ്റി പറയുന്നത്? ഈശോ വഴിയും സത്യവും ജീവനുമാണെന്നാണ്. അപ്പോൾ ഈശോ ആരാണ്? ഈശോ സത്യമാണ്. ഇനി സാത്താനെ പറ്റി പറയുന്നത്, പിശാചിനെ പറ്റി പറയുന്നത്, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണെന്നാണ്. അപ്പം നുണ പറയുന്നവരൊക്കെ ആരായിരിക്കും? ആരുടെ കൂട്ടത്തിൽ ചേരുന്ന ആളായിരിക്കും? പിശാചിൻ്റെ കൂട്ടത്തിൽ. സത്യം പറയുന്ന ആൾക്കാരൊക്കെയോ? ഇനി അത് ചെറുതാണേലും വലുതാണേലും സത്യം സത്യം തന്നെ, നുണ നുണ തന്നെ. അപ്പോൾ ഇപ്പോൾ ഈശോ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈശോ നമ്മളെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഈശോയുടെ കുഞ്ഞുങ്ങൾ സത്യം. അപ്പോൾ ഈശോയ്ക്കൊരു ഭയങ്കര വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട് നമ്മളെപ്പറ്റി. എൻ്റെ കൊച്ച് എന്തായാലും നുണ പറയില്ല, അവൻ സത്യമേ പറയത്തുള്ളൂ. ഈശോയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മളെ. അപ്പം പിശാച് പറയുകയാണ്, ഇപ്പം കാണിച്ചു തരാം, ഇവനെ കൊണ്ട് ഞാൻ ഇപ്പം കള്ളം പറയിപ്പിക്കാം. അപ്പം നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കണം? ഈശോയുടെ പക്ഷത്ത് തന്നെ നിൽക്കണം. അപ്പം ചെറുതായാലും വലുതാണേലും എന്നെ കൊന്നാലും ഞാൻ സത്യമേ പറയത്തുള്ളൂ. കാരണം സത്യം തന്നെയായ ഈശോയുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കും എന്നുള്ളൊരു വലിയ ഉറപ്പ് നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നുണ പറയാമോ ആൻറ്റി? ശരിക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ മമ്മി, നമ്മുടെ അമ്മ നമുക്ക് നല്ല രുചിയുള്ള പായസം ഉണ്ടാക്കി തരുക, അല്ലെങ്കിൽ നല്ല ഐസ്ക്രീം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ വിഷത്തുള്ളി, അല്ല നമുക്കിഷ്ടമില്ലാത്ത എത്രയും എന്തെങ്കിലും ഒരു ചീത്ത സാധനം അതിനകത്തിട്ടിട്ട് ഒരു തുള്ളിയല്ലേ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ സ്നേഹപൂർവ്വം നമുക്കൊരു പായസം തന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു ഐസ്ക്രീം തന്നാൽ നമ്മൾ കഴിക്കുമോ? ഒരു തുള്ളി വിഷമല്ലേ ഉള്ളൂ, കുഴപ്പമുണ്ടോ? ഉണ്ട്, കുഴപ്പമുണ്ട്, നമ്മൾ കഴിക്കത്തില്ല അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ്, ചില നല്ല കാര്യമാണെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാലുണ്ട്. നമ്മൾ വിചാരിക്കും നന്മയ്ക്ക് വേണ്ടിയല്ലേ, കുഴപ്പമില്ലല്ലോ. പക്ഷേ നമുക്ക് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നുണ വികൃതമായ കറയാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നുണ എന്താണ്? വികൃതമായിട്ടുള്ള കറയാണ്. അപ്പം ഈ നുണ അത് ചെറുതാണേലും വലുതാണേലും നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും നുണ തന്നെയാണ്. നമ്മൾ ആരോട് കൂട്ടുചേർന്നപ്പോൾ നമ്മൾ സാത്താനോട് തന്നെ കൂട്ടുചേർന്നു. അപ്പോൾ നമ്മളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? അവൻ ഒരു ക്രിസ്ത്യാനിയാണ്, അല്ലെ അവൻ നല്ല ഈശോയെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്, അവൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് നമ്മളെപ്പറ്റി കോൺഫിഡൻസ് ആയിട്ട് എല്ലാവർക്കും പറയത്തക്ക രീതിയിൽ വേണം നമ്മൾ വളരാനായിട്ട്. അപ്പം നന്മയ്ക്ക് വേണ്ടി ഇനി നമ്മൾ ചില സമയത്ത് ഓർക്കും, നമുക്ക് അതുപോലത്തെ ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ കള്ളം പറയാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈശോയെ? അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കേണ്ട എത്രേ ഉള്ളൂ, ഈശോയെ കള്ളം പറയാൻ ഒരിക്കലും എൻ്റെ നാവിന് ഇടവരുത്തരുതേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറിക്കിട്ടും. അപ്പം വിവേകപൂർവ്വം എങ്ങനെ പെരുമാറേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ കള്ളത്തെ അല്ലെ തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. ഏപ്രിൽ ഫുളിന് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി നുണ പറയാറുണ്ടല്ലോ, അത് തെറ്റാണോ ആൻറ്റി? തീർച്ചയായിട്ടും ഏപ്രിൽ ഫൂളിന് ആളുകളെ പറ്റിക്കുന്നത് ശരിക്കും തെറ്റാണ്.
നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഈ പറ്റിക്കപ്പെടുമ്പോൾ നമുക്കുള്ളൊരു വിഷമം അല്ലേ, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ വിഡ്ഢിയാക്കുക, ഒരാൾ നമ്മളെ വിഡ്ഢിയാക്കുക, നമ്മളെ കളിയാക്കുക, നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും. പലപ്പോഴും അതിനെ പറയുന്നത് വൈറ്റ് കോമഡി എന്നാണ് ശരിക്കും പറയുന്നത്. അതായത് ബാക്കിയുള്ള എല്ലാവർക്കും ചിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളെ, അയാളുടെ എന്തെങ്കിലും ഒരു കുറവിനെ അല്ലെ അയാളെപ്പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞ് ചിരിക്കുക, സന്തോഷിക്കുക. ഈ ഏപ്രിൽ ഫൂൾ കാരണം എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ആ ഒരു ദിവസത്തിൽ ഇതെല്ലാം ആകാവുന്ന ലോകം നമ്മളോട് പറയുന്നു. പക്ഷേ ഈശോ പറയുന്നത് സത്യം മാത്രം പറയാൻ പറയുന്നു. അപ്പോൾ ലോകത്തിന് വളരെ വികൃതമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ലോകത്തിന് ഭയങ്കര തമാശയായിട്ടും കോമഡി ആയിട്ടും തോന്നുന്ന ഒരു കാര്യം ഈശോ പറയുന്നത്. നമ്മൾ ഒരിക്കലും ആരെയും അങ്ങനെ പറ്റിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ പോലും നമ്മൾ ആരെയും കള്ളം പറഞ്ഞ് നമ്മളൊരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാവരുടെയും ശ്രേഷ്ഠത നമ്മുടെ സഹോദരനെ, നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കൂട്ടുകാരനെ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹപാഠികളെയൊക്കെ അവരുടെ ശ്രേഷ്ഠത നമ്മൾ കാണണം. നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് നമ്മൾ അവരെ കാണാൻ പഠിക്കണം. പിന്നെ നമ്മൾ അവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പം ഒരാളോട് അയാളുടെ പോലും അനുവാദമില്ലാതെ അയാളെ ശരിക്കും ഒരു താറടിക്കുന്ന വിധം അയാളെ നമ്മൾ കളിയാക്കുമ്പോൾ അയാളോടുള്ള ഒരു ബഹുമാനക്കേടാണ് ശരിക്കും കാണിക്കുന്നത്. അയാളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് ശരിക്കും നമ്മളെ ഒരാൾ അങ്ങനെ അപമാനിച്ച് നമുക്ക് വിഷമം വരത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ളൂ മറ്റുള്ളവർക്കും. ഇപ്പം മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമുക്കത് വേദനയായിട്ട് തോന്നത്തില്ല, പക്ഷേ സ്വന്തമായിട്ട് അനുഭവിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കതൊരു വിഷമമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരാളെ അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതും അപഹാസ്യപ്പെടുത്തുന്നതും ശരിക്കും തെറ്റ് തന്നെയാണ്. അത് ശരിക്കും നമ്മൾ കള്ളത്തരം പറയുന്നതിന് തുല്യമായ ഒരു തെറ്റ് തന്നെയാണ്. പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ഈ നുണ പറയുന്ന ശീലം മാറ്റാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ശരിക്കും പലർക്കും പ്രയാസമുള്ളൊരു കാര്യമാണ്. ചില സമയങ്ങളിലൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നവരുണ്ട്, നുണ പറയുന്നവരുണ്ട്. ചിലപ്പോൾ ചിലർ നിലനിൽപ്പിന് വേണ്ടി നുണ പറയുന്നവരുണ്ട്. ചിലർ കുഞ്ഞുനാളിൽ തൊട്ട് ഇങ്ങനെ നുണ പറഞ്ഞ് അതൊരു ശീലമാക്കി മാറ്റിയവരുണ്ട്. അപ്പം നമ്മൾ ഒറ്റ കാര്യമേ മനസ്സിലാക്കേണ്ടതുള്ളൂ, ഇതൊന്നും നമ്മളുടെ കഴിവല്ല നമുക്ക് നുണ പറയാതിരിക്കാൻ പറ്റുക. സത്യം മാത്രം എപ്പോഴും പറയാനുള്ള ഒരു കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കഴിവല്ല. പകരം അത് ശരിക്കും ഒരു കൃപയാണ് അല്ലേ. സത്യം പറയുക, കള്ളം പറയാതിരിക്കുക, സത്യം പറയുക എന്ന് പറയുന്നത് ഒരു കൃപയാണ്. അപ്പോൾ ആ ഒരു കൃപ നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കും? നമുക്കത് ഈശോയിൽ നിന്ന് തന്നെ സ്വീകരിക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മൾ സത്യം പറയാനായിട്ട്. ഈശോയോട് നമ്മൾ ചില സമയത്ത് കള്ളത്തരം പറഞ്ഞു പോയിട്ട് നമുക്ക് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, എൻ്റെ ഈശോയെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഈ കള്ളത്തരം പറയാൻ പറ്റാതെ, സത്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊരു ഈശോയോട് നമുക്കൊന്ന് തുറന്ന് നമുക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ പറയുക. പിന്നെ നമുക്ക് കുമ്പസാരമുണ്ട് അല്ലേ. നമ്മൾ തെറ്റ് ചെയ്തത് നമുക്ക് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് പറഞ്ഞു പോവുമല്ല, പക്ഷേ നല്ല അനുതാപവും പശ്ചാത്താപത്തോടും കൂടി ഈശോ ഞാൻ കള്ളം പറഞ്ഞു പോയല്ലോ, ഞാൻ പിശാചിന് കൂട്ടു നിന്നല്ലോ, ഞാൻ തിന്മയ്ക്ക് കൂട്ടു നിന്നല്ലോ, സത്യത്തിന് ഞാൻ കൂട്ടു നിന്നില്ലല്ലോ എന്നുള്ളൊരു അനുതാപത്തോടു കൂടി വേണം നമ്മൾ കുമ്പസാരിക്കാനായിട്ട്. അങ്ങനെ കുമ്പസാരം നമുക്ക് വലിയൊരു മാർഗ്ഗമാണ് ശരിക്കും നമ്മൾ കള്ളത്തരം പറയാതിരിക്കാൻ, സത്യം പറയാനുള്ളൊരു കൃപ നമുക്ക് കിട്ടുന്നൊരു കൂദാശയാണ് കുമ്പസാരം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഏത് നിമിഷവും, കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ സത്യം പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം അല്ലേ. ശരിക്കും ചുമ്മാ കള്ളം പറഞ്ഞ് ആർക്കും ഏത് സാഹചര്യത്തിലും രക്ഷപ്പെടാൻ പറ്റും, പക്ഷെ സത്യം പറഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ധൈര്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില മിഷണറി ആൾക്കാരൊക്കെ, അവരൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് അവരൊന്ന് പറഞ്ഞാൽ മതി, അവരുടെ ജീവൻ പോലും രക്ഷപ്പെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും എത്രയോ മിഷണറിമാർ എന്നെ കൊന്നാലും വേണ്ടില്ല ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്നൊരു സത്യം അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ ധൈര്യം ആവശ്യമാണ് ശരിക്കും. ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് പരിശുദ്ധാത്മാവിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ സത്യം പറയാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ അല്ലേ. വിശുദ്ധ കുർബാനയിൽ നാവിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് ആ സ്വീകരിച്ച നിമിഷങ്ങളുണ്ടല്ലോ, ആ നിമിഷങ്ങളിൽ ഈശോ നമ്മുടെ നാവിലുണ്ട്. അപ്പോൾ ഈശോയും ഞാനും ഒറ്റയ്ക്കായിരിക്കുന്ന അല്ലെ ഒരു ഐക്യത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ നാവിനെ നീ വിശുദ്ധീകരിക്കണേ, എനിക്ക് സത്യം പറയാനും നല്ല വാക്കുകൾ പറയാനും ഉള്ള ഒരു കൃപ എനിക്ക് തരണേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം വിശുദ്ധരോട് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം. അങ്ങനെ ഈ ഒരു കൃപയോട് സ്വീകരിച്ചത് നമ്മുടെ കഴിവിലല്ല, നമുക്കിത് അസാധ്യമാണ്, നമുക്കിത് പാടുപെട്ടൊരു കാര്യമാണ്, പക്ഷേ ദൈവത്തിനിത് സാധ്യമാണ്. വീണുപോയാലും, ഇനി നമ്മൾ കള്ളം പറഞ്ഞു പോയി, വീണുപോയാലും നമ്മൾ എന്താ ചെയ്യുക? ഈശോയുടെ അടുക്കൽ പോയി ഈശോയെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റുപറഞ്ഞ് തന്നെ ഈശോയോട് പറഞ്ഞ് തന്നെ നമുക്ക് ആ ഒരു സ്വഭാവത്തിൽ നിന്ന്, ആ ഒരു തഴക്കദോഷത്തിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലും നുണ പറഞ്ഞ് ഒഴിയാനുള്ള പഴുതും അടഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ, നുണ പറയില്ല എന്ന് എടുത്തോ? ഓക്കെ, എങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് അടുത്ത സെഗ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് വേഗം വചനം സുഖിച്ചപ്പോൾ ഏറ്റു പറഞ്ഞിട്ട് ആ സർപ്രൈസ് എന്താണെന്ന് പോയി നോക്കാം.
പ്രഭാഷകൻ 20-ാം അധ്യായം 24-ാം വാക്യം. നുണ വികൃതമായ കറയാണ്. അജ്ഞന്റെ അധരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. സുഹൃജപം. ഈശോയെ, സത്യത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? എന്നാ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആർക്ക് കളിക്കണം ഗെയിം? ഓക്കെ, ഈ ഗെയിമിൽ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിയണം. എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഈ മെഴുകുതിരിയാണ് ഇവിടെ ഇരിക്കണേ. ഈ മെഴുകുതിരിക്ക് ചുറ്റിനും ഒരു സർക്കിളായിട്ട് നിൽക്കണം. സെക്കൻഡ് ഗ്രൂപ്പ് ആ സർക്കിളിന് പുറത്ത് വേറൊരു സർക്കിളായിട്ട് കൂടി നിൽക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഞാൻ ഗെയിം എങ്ങനെയാണ് കളിക്കണതെന്ന് പറയാം. ഈ പുറത്ത് ഉള്ള സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ, പുറത്ത് ഉള്ള സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ക്യാൻഡിൽ ഞാൻ കത്തിക്കും. അപ്പോൾ ഇത് കെടുത്താൻ നോക്കണം. കെടുത്താൻ അറിയില്ലല്ലോ, അറിഞ്ഞാൽ ഊതി കെടുത്താൽ മതി, അറിയാലോ കെടുത്താൻ. ഓക്കെ, അപ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന സർക്കിളിൽ നിങ്ങൾ കെടുത്താൻ നോക്കുമ്പോൾ ഉള്ളിൽ നിൽക്കുന്ന സർക്കിളിലുള്ള ആൾക്കാർ അവരെ കെടുത്താൻ സമ്മതിക്കില്ല. ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിച്ച് അവരെ കെടുത്താതെ ഇരിക്കാൻ നോക്കണം. മനസ്സിലായല്ലോ കളി? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉള്ള എല്ലാവരും എഴുന്നേൽക്കുക. നിങ്ങൾ ഈ ക്യാൻഡിൽ കെടാതെ സൂക്ഷിക്കണം. നിങ്ങൾ കൈ വെച്ചോ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എല്ലാവരും എഴുന്നേറ്റ്. ഇനി നിങ്ങൾ ഇവരുടെ ചുറ്റിനും നിൽക്കുക. നിങ്ങൾ കൈ പിടിച്ചോണ്ട് നിൽക്കണം കേട്ടോ. പുറത്ത് നിൽക്കുന്ന സർക്കിളിലുള്ള ആരും കൈ വിടാൻ പാടില്ല. മനസ്സിലായല്ലോ? ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊതാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനി നമുക്ക് എല്ലാവർക്കും നമ്മുടെ സീറ്റിൽ വന്നിരിക്കാം. നമ്മൾ ഈ ഗെയിം ഒരു പ്രാവശ്യം കൂടി കളിക്കാൻ പോവാ. മനസ്സിലായോ? ഗെയിം എങ്ങനെ കളിക്കുന്നത് മനസ്സിലായല്ലോ? നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ ഗെയിം കളിക്കും. ഇപ്പോൾ നേരത്തെ നിന്ന പോലെ തന്നെ ഞാൻ വിളിക്കാം, അപ്പോൾ ഒന്നുകൂടി വന്നാൽ മതി. ഓക്കെ, ഇനി ഫസ്റ്റ് ടീം ഒന്നും കൂടി വന്ന് ഈ പ്രാവശ്യം നിങ്ങൾ ഈ തീനെ രക്ഷിക്കണം. രക്ഷിക്കുക നിങ്ങൾ. നീ പിടിച്ചോ. നീ സെക്കൻഡ് ടീം വന്ന് നിങ്ങളെല്ലാം കൈകൾ പിടിച്ചോ. ഈ പ്രാവശ്യം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കണം. നിങ്ങൾ ബെൻഡ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മുമ്പിലോട്ട് വരാൻ പാടില്ല, കൈ വിടാൻ പാടില്ല. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഗെയിം. ഇപ്പോൾ ഒരു എക്സ്ട്രാ ചെറിയ റൂളും കൂടി ഇട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ തുടങ്ങണം. അപ്പോൾ 3 2 1 സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. തിരി ഇപ്പോഴും കത്തുന്നുണ്ടോ? തിരി ഇപ്പോഴും കത്തുന്നില്ലേ? അപ്പോൾ ഈ ഗെയിം ഫസ്റ്റ് ടീം ജയിച്ചിരിക്കണം. എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടമായോ? നല്ല ഗെയിം ആയിരുന്നല്ലേ? ഇനി എനിക്കൊരു ചോദ്യമുണ്ട്, ക്വസ്റ്റ്യനാണ് നിങ്ങളോട്. നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് എന്താ മനസ്സിലായത്? കൈപോക്ക്. ഞാൻ പറയാം ആര് പറയണത്. നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് എന്താ മനസ്സിലായത്? എന്തെങ്കിലും പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. മോൻ പറ, എന്താ മോന് മനസ്സിലായി ഈ ഗെയിമിൽ നിന്ന്? ആ ക്യാൻഡിൽ പോലെ നമ്മൾ ദൈവത്തിന് അകലാൻ പാടില്ല സാത്താൻ്റെ അടുത്തോട്ട്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണോ? ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഗെയിമിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോൻ പറഞ്ഞ് ശരിയാ. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്യാൻഡിലല്ലേ ഇവിടെ കാണുന്ന ഈ ക്യാൻഡിലാണ് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ക്യാൻഡിൽ. നമ്മുടെ ഉള്ളിലൊരു പ്രകാശമില്ലേ, ഒരു നല്ല കാര്യം, ഒരു നന്മയില്ലേ, അതാണ് ഈ ലൈറ്റ്, ഈ തിരിയുടെ കത്തിച്ചേക്കണ തിരി. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ കാവൽ മാലാഖമാർ. നമുക്കെല്ലാവരും കാവൽ മാലാഖമാരല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മുടെ കാവൽ മാലാഖമാർ. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നതാണ് നമ്മളിടയ്ക്ക് ശല്യപ്പെടുത്താനും നമ്മളെ പ്രലോഭിപ്പിക്കാനും ഒരുത്തം വരൂല്ലേ? അറിയില്ല മറ്റേ തന്നെ 2 ഇങ്ങനെ കൊമ്പൊക്കെ ഉള്ളൊരു വാലൊക്കെ വെച്ചോണ്ട് വരില്ലേ? അതാണ് ഈ പുറത്തിരുന്ന ഗ്രൂപ്പ്. അപ്പം ഈ പുറത്തുനിന്ന ഗ്രൂപ്പ് എന്താ ചെയ്യാൻ നോക്കിയേ? ഊതി കെടുത്താൻ അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പ്രകാശം സാത്താൻ ഊതിക്കെടുത്താൻ നോക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ കാവൽ മാലാഖമാർ നമുക്ക് വേണ്ടി എന്താ ചെയ്യണേ? നമ്മൾ സംരക്ഷിക്കുക അല്ലേ? നമ്മൾ ചീത്ത കൂട്ടുകെട്ടിലോട്ടൊക്കെ വീഴാതിരിക്കാൻ, നമ്മൾ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാതിരിക്കാൻ നമ്മുടെ കാവൽ മാലാഖമാർ നമ്മളെ ഇങ്ങനെ
കാത്തുകൊള്ളാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അതിനു മുമ്പ് വചനം സുഹൃച്ചപ്പോൾ ഏറ്റു പറയാം. പ്രഭാഷകൻ 20-ാം അധ്യായം 24-ാം വാക്യം. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അതരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. ഇനി സുഹൃജപം. ഈശോയെ സത്യത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ യൂദാ തദേവുസിനെ കുറിച്ചാണ്. ഈ വിശുദ്ധനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാ തദേവുസ്. ക്ലെയോഫാസിൻ്റെയും മേരിയുടെയും മകനായിട്ടാണ് ജനിച്ചത്. ഈശോയുടെ ഫസ്റ്റ് കസിൻ. അതുകൊണ്ട് തന്നെ ഈശോയും വിശുദ്ധ യൂദാ തദേവുസും അദ്ദേഹത്തിൻ്റെ ബ്രദർ ഒരു ജെയിംസ്, ഇവർ 3 പേരും കൂടിയാണ് കളിച്ച് വളർന്നത്. നല്ല കുട്ടികളായിട്ട് വളരാൻ കാരണം പരിശുദ്ധ അമ്മയുടെ ശിക്ഷണത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. പരിശുദ്ധ അമ്മ ഏതാണ്ട് 3 വയസ്സുള്ളപ്പോൾ മുതൽ ദേവാലയത്തിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ യഹൂദ മതത്തിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ പഠിച്ചു വളർന്നവളാണ്. അത് മുഴുവനും ഈ കുഞ്ഞുങ്ങൾക്ക് പരിശീലിപ്പിക്കുകയും അവരെ വളരെ നല്ല നന്മ ചെയ്യാനായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ ശിക്ഷണത്തിലാണ് ഇവർ 3 പേരും വളർന്നത്. ചെറുപ്പത്തിൻ്റേതായ കുട്ടിക്കളിയുടെ പ്രായം മുതൽ ഇവർ നല്ല രീതിയിൽ പാവപ്പെട്ടവരോട് വളരെ കരുണയും സ്നേഹവും അതുപോലെ തന്നെ ക്ഷമയും ഇതെല്ലാം പരിശീലിച്ചു. ഏതാണ്ട് 30 വയസ്സ് വരെ ഈശോയും ഇവർ 3 പേരും ഒരേ രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ ഈശോയുടെ പരസ്യ ജീവിതകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഈശോയെ അനുഗമിക്കാനുള്ള ഒരാഗ്രഹം യൂദായ്ക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ചു. ഈശോയോട് കൂടെ പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി പ്രയത്നിച്ചു. പക്ഷെ വീട്ടുകാരത് സമ്മതിച്ചില്ല. യൗസേപ്പിതാവിനെ പോലെ തച്ചൻ്റെ പണി ചെയ്ത് കുടുംബം പുലർത്തണം എന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ പോയ വഴിക്ക് പോകാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ല. പക്ഷേ മനസ്സുകൊണ്ട് എപ്പോഴും ഈശോയുടെ കൂടെയായിരുന്നു യൂദാ തദേവുസ്. ഈശോയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെയാണെന്നറിയാമല്ലോ ഈശോ? എവിടെയാണ്? കാനായിലെ കല്യാണ വിരുന്നിൽ. അന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് പരിശുദ്ധ മറിയം ഇടപെട്ട് ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ എന്താണ്? എനിക്ക് സമയമായിട്ടില്ല. എന്നിട്ട് പോലും പരിശുദ്ധ അമ്മ പറഞ്ഞത് അതേപടി അനുസരിച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി അല്ലേ? അതൊക്കെ കണ്ട് ആ അത്ഭുതങ്ങളും അതുപോലെ തന്നെ ഈശോയുടെ ആ ഓരോ ചെയ്തികളും കണ്ട് മനസ്സിലാക്കി കൂടുതൽ ഈശോയെ സ്നേഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ആര്? തദ്ദേവുസ്. അങ്ങനെ ഈശോയുടെ മരണശേഷം ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്തതിന് ശേഷം വിശുദ്ധ പത്രോസും ഈ യൂദാ തദ്ദേവുസും കൂടി സിറിയയിലേക്ക് പോയി. എന്തിനാണെന്നറിയാമോ? ഈശോയെ അനുഗമിച്ചുകൊണ്ട് ഈശോയുടെ മഹത്വത്തിന് വേണ്ടി മനുഷ്യരെ ദൈവമക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി വചനപ്രഘോഷണത്തിന് വേണ്ടി. അങ്ങനെ വചനപ്രഘോഷണത്തിന് പോയി സിറിയയിലെ ഒത്തിരി ആളുകളെ മാനസാന്തരപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വയലിലൂടെ കടന്നു പോവുകയായിരുന്നു പത്രോസും തദ്ദേവുസും. അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആ കർഷകൻ ഒരാൾ നിന്ന് പണിയെടുക്കുന്നുണ്ട് അവിടെ.
അപ്പോൾ അയാളോട് പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ താന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ അടുത്ത് ഒന്നുമില്ല. എന്നാലും ഇവരെ വെറുതെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ച് അയാൾ ഭക്ഷണം മേടിക്കാനായിട്ട് കലപ്പ അവിടെ വെച്ചിട്ട് ഭക്ഷണം മേടിക്കാനായിട്ട് പോയി. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്നറിയാം, ആ കലപ്പ എടുത്ത് കിളച്ച് ആ വയലെല്ലാം കിളച്ച് മറിച്ച് വിത്തൊക്കെ പാകി നിന്ന്. അപ്പോൾ ഇയാൾ ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അയാളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് വയൽ മുഴുവൻ വിളഞ്ഞ് നെല്ല് വിളഞ്ഞ് കിടക്കണം, അപ്പം കൊയ്യാൻ പറ്റിയ വിധത്തിൽ വിളഞ്ഞ് കിടക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത് ദിവ്യ പുരുഷന്മാരാണ്, സാധാരണ മനുഷ്യരല്ല എന്ന്. ഇയാൾ ചോദിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഈ വിശുദ്ധനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു വചനപ്രഘോഷണം തന്നെ അവിടെ നടത്തി. എന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വചനപ്രഘോഷണത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ഒരുപാട് ത്യാഗം സഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ യൂദാ തദ്ദേവൂസ്. ഇദ്ദേഹം മരിച്ചത്, കൊന്നത് കുരിശിൽ തറച്ചുകൊണ്ട് അമ്പെയ്താണ് കൊന്നത്. ഒക്ടോബർ 28-ാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് സഭ. അനേകർക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥം വഹിച്ചുകൊണ്ട്, അതായത് അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ പലതും സാധ്യമാക്കി കൊടുക്കുന്ന വലിയ ഒരു കഴിവ്, അതായത് ഈശോയിൽ നിന്നും നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈശോയുടെ ചെയ്തികളെല്ലാം അനുകരിച്ചതുകൊണ്ട്, ഈശോയുടെ ആ സ്നേഹത്തിൽ നിലനിന്നതുകൊണ്ട് ഇദ്ദേഹം ചോദിക്കുന്നത് മുഴുവനും ഈശോ സാധിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇന്നും അത് സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനേകരിന്ന് ഈ വിശുദ്ധനെ തേടി പല ഇദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള പള്ളികളിൽ നൊവേനയ്ക്കും അതുപോലെ പ്രാർത്ഥിക്കാനും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ വിഷ്വലിൽ കണ്ടതുപോലെ നമ്മുടെ വീടുകൾ മാത്രമല്ല, നമ്മുടെ വീടുകളുടെ മുമ്പിലും സൈഡിലൊക്കെ ഉള്ള റോഡുകളും നമുക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കാം അല്ലേ? പക്ഷേ ഈ റോഡുകളിലൂടെ ഭയങ്കര സ്പീഡിൽ വണ്ടികൾ പോകുന്ന റോഡുകളാണെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പോകരുത്. നമ്മളുടെ മുതിർന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിമാരോടോ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ചെയ്യണം എന്ന് തന്നെയാണെങ്കിൽ മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ഓക്കെ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നുണ പറയരുത് എന്നുള്ളൊരു വലിയൊരു കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്കൊന്നും കൂടെ വചനവും സുകുറിച്ചപ്പോൾ ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രഭാഷകൻ 20-ാം അധ്യായം 24-ാം വാക്യം. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അതിരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയേക്കാൾ ഭേദമാണ്. രണ്ടു പേരുടെയും വിധി നാശം തന്നെ. ഇനി സുകൃജപം. ഈശോയെ സത്യത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.